ഇപ്പൊ സമയം രാവിലെ 11 മണിയാണ് കേട്ടോ. അപ്പൊ പൂച്ചക്കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അയില മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു കൊടുക്കുകയാണ്. അപ്പൊ വലിയ പൂച്ചക്കുട്ടികളുടെ ഊണ് കഴിഞ്ഞിട്ട് ചെറിയ പൂച്ചക്കുട്ടികൾക്കുള്ള ചോറ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നായക്കുട്ടി വന്നിട്ട് അവിടെ കിടക്കുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം മീൻ വേവിക്കുന്ന സമയത്ത് ചോറ് കൊടുക്കുന്ന സമയത്ത് തന്നെ അവനും വന്നൂലോ പറഞ്ഞിട്ട് അവന് ചോറ് കൊടുത്തു. പിന്നെ അവൻ തലേദിവസം രാവിലെയാണ് കേട്ടോ 7 മണിക്കാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിതാ ബിസ്ക്കറ്റ് മുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ വരുമ്പോഴാണ് ഈ ബിസ്ക്കറ്റ് മുറുക്കൊക്കെ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ചോറായിട്ടുണ്ടാവില്ലല്ലോ. ഉച്ചയ്ക്ക് പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്തൊക്കെ വരുമ്പോൾ ഞാൻ മീൻ കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ അവന് ചോറ് കൊടുക്കുക. അപ്പൊ റോഡ് പണിയുടെ സമയമൊക്കെ ആയിട്ട് അവൻ 1 മാസത്തോളം വരാതെയിട്ട് ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ സന്തോഷം ചോദിച്ചു കഴിഞ്ഞാൽ നിയോമാക് എന്നുള്ള ഗുളിക കൊടുത്തിട്ട് അവന് നല്ല ഭേദമുണ്ട് കേട്ടോ. അവന്റെ മുറിവിൽ നിന്നുള്ള ചോരയും വെള്ളം വരലൊക്കെ നിന്നു. അതുപോലെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ, അടുത്തേക്കൊന്നും പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ആ സ്മെല്ലൊക്കെ നിന്നിട്ടുണ്ട്, ആള് ഉഷാറായിട്ടുണ്ട് കേട്ടോ. വാരിയലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വാരിയലൊന്നും കാണാനില്ല. അപ്പൊ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മുറിവൊക്കെ ഉണങ്ങിയിട്ട് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ ഗുളിക കൊടുത്തത്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ കൊടുക്കുക. അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു.